വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാട് ഇനങ്ങളിലായി ലഭിച്ച 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 2020-21 വർഷത്തെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് സ്വർണം കാണാതായത് കണ്ടെത്തിയത്. ഷിനോജ് എസ്.ടി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഗുഡ് മോർണിംഗ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ? പൂജ, 2020-2021 വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇത്. കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിലാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഈ കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച ഒരു വിശദീകരണം ദേവസ്വം ബോർഡിനോട് ഈ ഓഡിറ്റ് വിഭാഗം തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വിശദീകരണവും ഇതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ഈ ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിലെ ഈ സ്വർണം കാണാതായിരിക്കുന്ന സംഭവം, അതായത് ഈ സാധാരണ ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഈ ഭക്തരൊക്കെ തന്നെ ഈ സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ അതിങ്ങനെ വഴിപാടായി നൽകാറുണ്ട്. അങ്ങനെ നൽകിയ ഈ സ്വർണത്തിലാണ് ഇപ്പോൾ ഈ കുറവ് വന്നിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ ഈ കൊണ്ടുവരുന്ന സ്വർണം, അതുപോലെ വെള്ളി ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ, അത് ഈ ആദ്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഇത് പൊതിഞ്ഞ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റാനാണ് പതിവ്. അങ്ങനെ മാറ്റിയ സ്വർണത്തിലാണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. ആകെ 199 സ്വർണ്ണ പൊതികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ആകെ ഈ 199 സ്വർണ്ണ പൊതികളിലായി ഇത് രജിസ്റ്ററിലുണ്ടായിരുന്ന കണക്ക് എന്ന് പറയുന്നത് അത് 3247.9 ഗ്രാം, അതായത് 3247.9 ഗ്രാം സ്വർണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന സ്വർണം എന്ന് പറയുന്നത് 2992.07 ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് 255.83 ഗ്രാമിന്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെ, ആ ഒരു വലിയ മാറ്റമാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.